സിനി ഓ എവിടെ പോണ്? നമ്മള് നമ്മുടെ അമ്മയടുത്ത് പോണു. അവിടെ അതൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഒരാളുടെ ഫേസ് കാണിക്കും. ആ ഫേസ് അമ്മ കണ്ടിട്ടുള്ള എക്സ്പ്രഷൻ, നേരിട്ടുള്ള എക്സ്പ്രഷൻ ഞാൻ പറയില്ല, സസ്പെൻസാ. ഞാൻ ഇന്നലെ ഓൾറെഡി ഞെട്ടിത്തെറിച്ചിരിക്കുക. എന്റെ എക്സ്പ്രഷൻ എനിക്ക് ആ സമയത്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ളവരെ കാണിച്ചിട്ട് എന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. മോന്റെ ഞങ്ങളിപ്പോ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളേ, മൈക്കിന്റെ കവർ എടുത്ത്. അപ്പൊ ഞങ്ങള് ഇനി നേരെ അമ്മയുടെ അടുത്തോട്ട് പോവാം. അമ്മയെ വിളിച്ചു, അപ്പൊ അമ്മയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ലേറ്റണിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവേണ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ, അത്ര ദൂരം തികച്ചില്ല. ഞങ്ങളിതാ ഇറങ്ങുവാണ്. 2 വീലറിലാണ് പോണത്. ഇനി അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളും അമ്മയുടെ റിയാക്ഷനും കാണിച്ചു തരാം. അത് കാണണം, അതാണ് സസ്പെൻസ്. ബാ, അമ്മ എന്ത് പ്രതികരിക്കുമെന്ന് നോക്കണമല്ലോ. അപ്പൊ എന്നും ഞങ്ങൾ ഇതുപോലെ തന്നെ കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങും. ഒരു ഈവനിങ്ങിനുള്ളിൽ തീർക്കും. പിന്നെ അമ്മമ്മയുടെ ഡ്യൂട്ടി ബാക്കി, ഞങ്ങളുടെ ഡ്യൂട്ടി ബാക്കി. പോട്ടെ. അങ്ങനെ നമ്മള് അവിടുന്ന് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ തികച്ചില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ തികച്ചില്ല. ഞങ്ങള് നമ്മുടെ അമ്മയുടെ റിയാക്ഷൻ നോക്കട്ടെ. അപ്പൊ ഞങ്ങള് അമ്മയടുത്ത് എത്തിയേ. പക്ഷെ അമ്മ ഓടി ഇറങ്ങി TV കണ്ടിരിക്കുകയായിരുന്നു. തുണി ഇടാൻ വേണ്ടി ഓടിപ്പോയതാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാനിപ്പം പറഞ്ഞത് ശ്രദ്ധിപ്പിക്കാം. അതിന് മുമ്പേ ഞാൻ അമ്മയ്ക്ക് മൈക്ക് വെച്ചു കൊടുക്കട്ടെ. ആരൊരുങ്ങി? ഞാൻ അമ്പലത്തിൽ പോയ വഴി നേരെ ഇങ്ങ് പോകുന്നതാ. ഒന്നും കഴിച്ചില്ലേ? പിന്നെ കഴിക്കാം, വിശപ്പില്ല. രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചായിരുന്നു. ഇനിയിപ്പോ പിന്നെ കഴിക്കാം. ഒല്ലടെ പോയാ? ആരെ കുടുംബക്ഷേത്രത്തിലായിരിക്കും പോയത്? എന്റെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങൾ രാവിലെ പോയി. ശിവക്ഷേത്രമാണേ, ഒല്ലാല്. അപ്പം ഞങ്ങൾ രാവിലെ പോയി തൊഴുത് പൂജയൊക്കെ കഴിപ്പിച്ചിട്ട് വന്ന് നേരെ വരുന്ന വഴിയാണേ. അപ്പോ ഞാൻ ഒരാളെ റിയാക്ഷൻ കാണിച്ചു തരാം. പക്ഷെ ഭയങ്കര ജോലിയുടെ വെയിലുണ്ടോ ഇവിടെ വെയിലുണ്ടോ? മുഖം കാണാൻ പറ്റുമോ അമ്മേടാ? ഞാൻ കഴിവുന്നു. ഇനി വാ. അവർക്ക് വാഷിംഗ് മെഷീൻ, എനിക്ക് കല്ലും. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, കല്ല്. എന്നിട്ട് അത് കഴുകൂല. ഓക്കെ, ഇനി ഐശ്വര്യമായിട്ട് മോന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാന്ന് നോക്കണേ. ഞാൻ കാണിച്ചോ. എല്ലായിടത്തും കളഞ്ഞു. മീശയും താടി എല്ലായിടത്തും കളഞ്ഞു. ഇതല്ലാത്തൊരു പ്രത്യേകത എന്തെങ്കിലും തോന്നുന്ന ഇപ്പൊ? ഒന്ന് കരി വരച്ചാ ഞാന് ഇന്നലെ നോക്കിയപ്പോഴേ കുളിച്ചിട്ട് എന്റെ അടുത്ത് പറയണേ, എടി ആ ഷീമി സെറ്റ് അവിടെ ഇരിക്കുന്നു, ചെറുതായിട്ടൊന്ന് താടിയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ പറഞ്ഞു. ഇറങ്ങി വരുന്നു ചോമ, ഞാൻ പേടിച്ചു പോയി. പണ്ടേ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പെൺവേഷം കെട്ടാൻ ഞാൻ ഇത് കണ്ടോളൂ. പിന്നെ കുറെ നാളെ ഇങ്ങനെ കണ്ടിട്ട് കേട്ടോ. നോക്കിയപ്പോ മുടിയായിട്ട് ഒരാൾ ഇറങ്ങി വരുന്നു. ഞാൻ പറഞ്ഞേ പൊട്ടും കുത്തി അപ്പുറം 2 കൊമ്പം മുടിയിട്ട് നഴ്സറി പോയിരുന്നോളാം. ചോമ എന്താ പറയുന്നത് നോക്കട്ടെ. ഒരു എക്സ്പ്രഷനും ഇല്ല. അതാണ് അമ്മ അങ്ങനെ മക്കളെ കളിയാക്കത്തില്ല. എന്തിനു കളിയാക്കുന്നു? ഒന്നുമില്ല, അമ്മക്ക് ഇത് വൃത്തിയായി, അത്രേ ഉള്ളൂ. റിയാക്ഷൻ കാണാൻ പറ്റിയില്ലടേ. ഞാനാണ് അപ്പൊ ശശിയായി പോയ. ഞാൻ ചീറ്റി പോയി. അതുപോലെ വന്നപ്പോഴേ ശ്രദ്ധിച്ചേ ഇല്ല. മീശയില്ല, താടിയില്ല. നമുക്കേ ഒരു വള്ളി ട്രൗസർ ഇട്ട് കൊണ്ടിരുത്ത അങ്കൻവാടിയില്. എന്താ പറയുന്നത്? എന്തിന്? കൂടെ മനുഷ്യൻ വൃത്തിയാവണം, അത് തന്നെ നടത്തിയത്. അത്രേ ഉള്ളു. എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചേ, അത് പറഞ്ഞില്ല. എന്തിനാ ചെയ്തത്? എന്തിനാ ചെയ്തേന്ന്? ഇന്നലെ കഴിഞ്ഞില്ലേ? അല്ല, ഇങ്ങനെ ചെയ്താലേ പ്രായം കുറയൂന്ന്. എങ്ങനെ എന്തെല്ലാം ചെയ്താലും പ്രായം തന്നെ. എനിക്ക് പ്രായം കുറവാണ്, എന്റെ മോനും പ്രായം കുറവ് തന്നെ. ഒരാൾ എന്നോട് ചോദിക്കണേ എത്ര വയസ്സുണ്ട്? ഞാൻ പറഞ്ഞു എന്റെ വയസ്സ് ഞാൻ പറയത്തില്ല. അപ്പോഴും അടുത്ത വർഷം പെൻഷൻ ആവുമെന്ന്. ഞാൻ പറഞ്ഞ അടുത്ത വർഷം ആവൂല, അതിന്റെ അടുത്ത വർഷം ആവുക.
അപ്പഴ 58 വയസ്സുണ്ട് അല്ലേ? ഇല്ല 58 58 54 അല്ലേ? അല്ല 58 8 അവര് പറയുന്നു. ഞാൻ അടുത്ത വർഷം പെൻഷനാവോ അപ്പോഴെന്ന് വെച്ചാ 59 വയസ്സായെന്ന്. ഇല്ല അതിന്റെ അടുത്ത വർഷം ഞാൻ പറഞ്ഞു അപ്പോഴിത്ര വയസ്സല്ലേ? ഞാൻ പറഞ്ഞു അത്രയൊന്നും ഇല്ല. നമുക്കേ മിനിയമ്മയുടെ റിയാക്ഷൻ കാണാൻ. മിനിമോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഈ മൈക്കിന്റെ കവറൊന്ന് വെച്ചേട്ടാ. അമ്മച്ചി നമ്മളെ മിനിയമ്മയുടെ റിയാക്ഷൻ നോക്കിട്ട് വരട്ടെ. ഇങ്ങനെ ആയിരിക്കില്ല എന്തായാലും മിനിയമ്മ പ്രതികരിക്കും. മിനിയമ്മ എന്തായാലും പ്രതികരിച്ചാലും അവ എന്റെ മോനാണ്. എനിക്കത് മതി. മിനിയമ്മയുടെ പ്രതികരണം നോക്കട്ടെ. കാരണം വല്ലതും പറഞ്ഞെന്നും പറഞ്ഞ് നീ ഇവിടെ വന്ന് പറഞ്ഞ ബാക്കിയാണ് പിന്നെ. അതായത് അമ്മ വേഴ്സസ് അമ്മായിയമ്മയുടെ പ്രതികരണം. അമ്മ ഓക്കെയാണ്, കുഴപ്പമില്ല, മക്കൾ ഇനി എന്ത് ചെയ്താലും അമ്മ അമ്മയാണ്. ഓക്കെ. ഇനി അടുത്ത നമുക്ക് അമ്മായിയമ്മയുടെ മൈക്ക് സംസാരിക്കാതെ വരണേ, അല്ലെങ്കിൽ ഇതിലാവേ. ഞാൻ പോയിട്ട് വരാം. ചീറ്റിപ്പോയി അങ്ങനെ ഇരിക്കും. അല്ലേലും നമ്മൾ എവിടെ പരിപാടി ഒരുമിച്ചാൽ ഇത് തന്നെ അവസ്ഥ. എന്റെ മോനെ കൊണ്ട് കുറ്റം പറയിക്കാൻ പോയി. മിനിമോൾ അവിടെ ഇല്ലടേ. മിനിമോൾ എന്താണോ കുറ്റം പറയുന്നതെന്ന് അറിയാം. മിനിമോളെ കുറ്റം കേൾക്കാൻ വേണ്ടി പോയതായിരുന്നു. കുറ്റമല്ല, റിയാക്ഷൻ. ഇപ്പൊ എന്ത് പറയണമെന്ന് അറിയാലേ. ചീറ്റിപ്പോയി, അതിന് യോഗമില്ല. ഇന്നത്തെ ദിവസം ഫുള്ള് ചീറ്റലായിരുന്നേ. ഒന്നും നടന്നില്ല. ചീറ്റിപ്പോയി വ്ളോഗ് ചീറ്റിപ്പോയി. അപ്പം നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കണേ. ചേട്ടൻ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ലുക്ക് എങ്ങനെ നിങ്ങൾ പിന്നെ അവിഞ്ഞ ലുക്കായിട്ട് തോന്നിയോ, നല്ല ലുക്കായിട്ട് തോന്നിയോ? നമ്മള് പെൺവേഷം ഇടാൻ പോണം അല്ലേടാ മോനെ? നമ്മള് പെൺവേഷം ഇടാൻ പോണം. വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, പിന്നെന്താ? വാഷിംഗ് മെഷീൻ ഉണ്ടല്ലേ? എന്നിട്ടാണോ കറണ്ട് ബില്ല് കൊറേ ആവായി? ഇങ്ങനെയുണ്ടാ ഒരു പിശുക്ക്. അപ്പൊ ഞങ്ങളെ ഇനിയിപ്പോ നമ്മൾ എന്തായാലും ഇന്ന ദിവസം പൊളിഞ്ഞു. എന്തായാലും ഇന്നിപ്പോ നമുക്ക് കണ്ടന്റ് വീഡിയോ ചെയ്യാം കേട്ടോ.